ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ചോറിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് സാധനവും ആവശ്യമില്ല, നമുക്ക് ഒരുപാട് സമയവും ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കഞ്ഞിവെള്ളം കേട്ടോ. കഞ്ഞിവെള്ളം നിർബന്ധമായിട്ട് നമുക്ക് ആവശ്യമാണ്. അതെന്തായാലും എടുക്കുക, അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തലേന്നത്തെ വെള്ളമൊന്നും എടുക്കാൻ പാടില്ല, നമ്മൾ അന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ചോറിൻ്റെ വെള്ളം തന്നെയാട്ടോ എടുക്കേണ്ടത്. നല്ല കട്ടിയുള്ള വെള്ളം വേണ്ട, നമുക്ക് ചെറുതായിട്ട് ലേറ്റ് ആയിട്ടുള്ള വെള്ളമാട്ടോ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ചോറ് നന്നായിട്ടൊന്ന് തിളച്ച് നമ്മൾ വാർക്കുന്നതിന് മുമ്പുള്ള ആ ഒരു സമയത്താട്ടോ വെള്ളം കോരി വെക്കേണ്ടത്. അപ്പോൾ അതൊരു കപ്പോളം എടുത്തിട്ടുണ്ട്. നമ്മളതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കഞ്ഞിവെള്ളം ഇല്ല നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് ചോറെടുത്തിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ലൂസായിട്ട് അരിച്ചെടുത്താൽ മതി. അതാണെങ്കിലും മതിയേ. അപ്പോൾ നമ്മളിനി ഇതിപ്പോൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് 3-4 വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് സവാളയാട്ടോ. വലിയ ഉള്ളി ഉണ്ടെങ്കിൽ വലിയ ഉള്ളി ചേർക്കാം, ചെറുള്ളി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പം വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉള്ളിയാട്ടോ എടുത്തിട്ടുള്ളത്, നല്ല വലിപ്പമുള്ളൊരു ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ഒരു സവാള കടിക്കാൻ കിട്ടണം. അപ്പോൾ ഒന്ന് കളറൊന്ന് മാറ്റിയെടുത്താൽ മതി. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വാടി കളറൊന്ന് മാറി വരുമല്ലോ, ആ ഒരു സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ ഈ ഒരു പാകത്തിന് ഇത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാൻ പാടില്ല, അപ്പം നമ്മൾ സവാള നമുക്ക് കടിക്കാൻ കിട്ടില്ല, നന്നായിട്ട് അങ്ങ് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതാ ഒരു മിക്സിയിൽ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി, ഒരുപാട് അടിച്ചെടുക്കണ്ട. ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ സവാള കടിക്കാനൊക്കെ കിട്ടുക. അല്ലാണ്ട് നമ്മൾ ഒരുപാട് സമയം വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ, ലോ ഫ്ലെയിമിട്ട് വഴറ്റി കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിന് റെഡിയാക്കി എടുക്കാൻ പറ്റില്ലേ. അപ്പോൾ അതൊന്ന് നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് ഒരു നുള്ള് നമ്മൾ ഉലുവയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉലുവ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമില്ല കേട്ടോ. അതിലേക്ക് നമ്മളിപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ നമ്മൾ ചേർക്കുന്നത്, നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ സവാളയും ആ ഒരു ചുവന്ന മുളകുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് നമ്മളെ കഞ്ഞിവെള്ളവും ആ ഒരു പുളി ഉണ്ടല്ലോ, നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ വെള്ളം നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളി പിഴിഞ്ഞെടുത്തിട്ട് ആ പുളിയുടെ വേസ്റ്റ് കളയണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പുളി വെള്ളം നമ്മൾ നന്നായിട്ട് ഒഴിച്ച് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല പുളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അധികം പുളി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളിയുടെ അളവ് കുറക്കാം കേട്ടോ, കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മളിപ്പം ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള കറി ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി അല്ല ഇതുപോലെ മതി എന്നുണ്ടെങ്കിൽ ഇതാ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ ഒരുപാട് സാധനങ്ങളില്ല, നമുക്ക് പെട്ടെന്ന് ചോറിന് കറി ഒന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കേട്ടോ. നമുക്ക് ഒരുപാട് സമയവും വേണ്ട, ഒരുപാട് സാധനങ്ങളും ആവശ്യമില്ല. ഈ ഒറ്റൊരു കറി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളക് കറിയാണ് ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.